بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിൻ്റെ സദസ്സിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചരിത്ര ക്ലാസ്സിലാണുള്ളത്. ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ ഇരുത്തമാണിത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നതും പിന്നീട് ആദമിൻ്റെയും ആദമിൻ്റെ മക്കളുടെയും ശത്രുവായി ഇബ്ലീസ് വരുന്നതുമാണ് വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും ഖുർആൻ്റെയും സഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളാണ്. 20 പ്രസവത്തിൽ 40 മക്കൾ. ഓരോ പ്രാവശ്യവും ഹവ്വ പ്രസവിക്കുന്ന സമയം ഇരട്ടക്കുട്ടികളെയായിരുന്നു പ്രസവിച്ചിരുന്നത്. അതിൽ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇമാം തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്ര കിതാബിലും അദ്ദേഹത്തിൻ്റെ ഖുർആൻ്റെ തഫ്സീറിൻ്റെ കിതാബിലും ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ മകൻ ഖാബീലാണ്. അവസാനത്തേത് അബ്ദുൽ മുഗീസ്. ഖാബീലിൻ്റെ കൂടെ പ്രസവിച്ച പെണ്ണാണ് ഇഖ്ലീമ. അബ്ദുൽ മുഗീസിൻ്റെ കൂടെ പ്രസവിച്ച അവസാനത്തെ കുട്ടി അമത്തുൽ മുഗീസ്. പിന്നെ അവരിൽ നിന്നാണ് മനുഷ്യ പരമ്പര ഉണ്ടാകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നും ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും, ലം യമുത് ആദമു ഹത്താ ബലഗ വലദുഹു വവലദു വലദിഹി 40,000. ആദം നബി അലൈഹിസ്സലാം മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിൻ്റെ മക്കളായി ഭൂമിയിൽ ഉണ്ടായിരുന്നത് 40,000 ജനങ്ങളായിരുന്നു. മക്കളും മക്കളെ മക്കളായിട്ട് 40,000 ജനങ്ങൾ ഭൂമിയിൽ അന്നുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഈ 40 മക്കളിൽ ഖുർആനിൽ അല്ലാഹു 2 മക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്. വത്ലു അലൈഹിം, പ്രവാചകരെ അങ്ങ് അവർക്ക് ഓതിക്കൊടുക്ക്, സഹാബാക്കൾക്ക് ചൊല്ലിക്കൊടുക്ക്. എന്ത്? നബഅ ഇബ്നൈ ആദം, ആദമിൻ്റെ 2 മക്കളെ സംബന്ധിച്ച്. സൂറത്തുൽ മാഇദ. ആദമിൻ്റെ 2 മക്കളെ സംബന്ധിച്ച് പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അവർക്കറിയില്ല, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ആ ഇൽമ് കിട്ടൂല. ബിൽ ഹഖ്, സത്യസന്ധമായിട്ട്. ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അവർ 2 ആൾക്കാരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാഴ്ച വെച്ചു, സദഖ കാഴ്ച വെച്ചു. ഫതുഖബ്ബില മിൻ അഹദിഹിമാ, ആ 2 ആളിൽ ഒരാളുടേത് അള്ളാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളിൽ നിന്നും അള്ളാഹു അത് സ്വീകരിച്ചില്ല. സ്വാഭാവികമായിട്ടും ആരുടെ സദഖയാണോ അള്ളാഹു സ്വീകരിക്കാതിരുന്നത്, അവൻ പറഞ്ഞു ഖാല ലഅഖ്തുലന്നക, തൻ്റെ സഹോദരൻ ആരുടെ സദഖയാണ് അള്ളാഹു സ്വീകരിച്ചത്
അവനോട് സ്വീകരിക്കപ്പെടാത്തവൻ പറഞ്ഞു ലഅഖ്തുലന്നക്, ഞാൻ നിന്നെ കൊല്ലും. ആ ദേഷ്യം. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അപ്പോൾ മറ്റേ മകൻ തിരിച്ചു പറയാൻ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ വാക്കിൽ നമുക്ക് ഏറെ പഠിക്കാറുണ്ട് പ്രിയമുള്ളവരെ. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ ആയത്താണ്. അതിൽ 2 ആൾക്കാരും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു സദഖ സമർപ്പിച്ചു. ആ 2 മക്കൾ ആരാണ്? ഖാബീലും ഹാബീലും. ഒന്ന് ഖാബീൽ മൂത്താള്, രണ്ടാമത്തെ ആള് ഹാബീൽ. അവർ 2 ആൾക്കാരും അള്ളാഹിന്റെ മുമ്പിൽ ഈ സദഖ സമർപ്പിക്കാനുള്ള കാരണം, അന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മാത്രം ഉണ്ടായത്, ആ 40 മക്കള്. അപ്പം അവർ പരസ്പരം ആ സഹോദരങ്ങളാണ് വിവാഹം കഴിച്ചത്. ഇപ്പം 20 പ്രസവത്തിൽ 20 ആണും 20 പെണ്ണും, ഓരോ പ്രസവത്തിലും ഒരാണും ഒരു പെണ്ണും. അപ്പം ആ ഒന്നിച്ച് പ്രസവിക്കപ്പെട്ട ആ 2 ആൾക്കാർ പരസ്പരമല്ലാതെ മറ്റാരുമായിട്ടും വിവാഹം കഴിക്കാം. ഇപ്പൊ തന്റെ കൂടെ പ്രസവിച്ച പെണ്ണല്ലാതെ മറ്റുള്ള 19 പെണ്ണായിട്ട് എന്ത് ചെയ്യാം? അതിലാരെങ്കിലും ഒരാളെ വിവാഹം ചെയ്യാം. അതായിരുന്നു നിയമം. പക്ഷെ ഖാബീലിന്റെ കൂടെ പ്രസവിച്ച ഇഖ്ലീമ സുന്ദരിയായിരുന്നു. ഹാബീലിന്റെ കൂടെ പ്രസവിച്ച ലബൂദ അത്ര കാണാൻ ചന്തമില്ലാത്ത പെണ്ണായിരുന്നു. സ്വാഭാവികമായിട്ടും ഖാബീൽ പറഞ്ഞു, എൻ്റെ കൂടെ വയറ്റിൽ ഒന്നിച്ചുണ്ടായവളാണ് ജീവിതത്തിലും എൻ്റെ പങ്കാളിയാകേണ്ടത്, എനിക്ക് അവളെ തന്നെ വേണം. ആദം നബി അലൈഹിസ്സലാം എതിർത്തു. അങ്ങനെ പരിഹാരമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. 2 ആൾക്കാരും അള്ളാഹിന്റെ മുമ്പിൽ സദഖ സമർപ്പിക്കണം. ആരുടേതാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അവരാണ് ശരി. അങ്ങനെയാണ് 2 ആൾക്കാരും അള്ളാഹുവിന്റെ മുമ്പിൽ സദഖ സമർപ്പിക്കുന്നത്. അതില് ഖാബീല് കൃഷിപ്പണിക്കാരനായിരുന്നു. കൃഷിയാണ് ജോലി ഖാബീലിന്റെ. അദ്ദേഹം ഹസ്മതൻ മിൻ സുംബുൽ, ഒരു കെട്ട് ധാന്യം അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ലിഅന്നഹു കാന സാഹിബ സറഇൻ, അദ്ദേഹം കൃഷിക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം അള്ളാഹിന്റെ മുമ്പിൽ സദഖയായി സമർപ്പിച്ചത് മിൻ അർദഇ സറഇഹി, അദ്ദേഹത്തിന്റെ കൃഷി ഇനത്തിൽ ഏറ്റവും മോശപ്പെട്ടതായിരുന്നു അള്ളാഹിന്റെ മുമ്പിൽ സദഖയായി സമർപ്പിച്ചത്. രണ്ടാമത്തെ ആള് ഹാബീല് ആട്ടിടയനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ആടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഏറ്റവും മിൻ അജ്വദി ഗനമിഹി, കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ആടിനെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചു. പണ്ട് കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖകളും യുദ്ധാർജിത സ്വത്തുകളൊക്കെ സ്വീകരിക്കൽ ആകാശത്തു നിന്നൊരു തീ വരും. ആ തീ വന്ന് അതിനെ കരിച്ചു കളയലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആദ്യമായിട്ട് ഗനീമത്ത് സ്വത്ത് ഹലാലാക്കപ്പെട്ടത്, അനുവദിക്കപ്പെട്ടത്. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത്. പണ്ട് കാലത്ത് യുദ്ധം കഴിഞ്ഞാൽ ആ സ്വത്ത് എന്തെയും കൂട്ടി എവിടെ ഇടും? ആകാശത്ത് തീ വന്നത് എടുത്തു കൊണ്ടുപോയിരുന്നു, കത്തിച്ചു കളയുമായിരുന്നു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആദ്യമായിട്ട് ഗനീമത്ത് സ്വത്ത് അനുവദിക്കപ്പെട്ടത്. അതിന്റെ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? അള്ളാഹു സ്വീകരിക്കൽ എങ്ങനെയാണ്? അത് കത്തിച്ചു കളയാണ്, തീ വന്നിട്ട്. അപ്പം ഈ ആടിനെ അള്ളാഹു സ്വീകരിച്ചു. ഹാബീലിന്റെ സദഖയാണ് അള്ളാഹു സ്വീകരിച്ചത്. അപ്പോഴാണ് ഖാബീലിന് ദേഷ്യം പിടിച്ചില്ല, അഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. അപ്പൊ തിരിച്ചു പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തഖ്വയെ അളന്നിട്ടാണ് അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുക. ഒരു ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഖാദിമാണ്. സൗബാനുർ റസൂൽ എന്നാണ് അറിയപ്പെടുക. റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബിയാണ്. സഹാബി പറയാണ്, നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ട്. അവരെന്താണ്?
നാളെ ആഖിറത്തിൽ അവർ വരുന്നത് യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമത ബീള. തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ടാണ് ആഖിറത്തിലേക്ക് അവർ വരിക. തിഹാമ പർവ്വതം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അതൊരു വലിയ പർവ്വതം, അല്ലെങ്കിൽ കുറെ പർവ്വതങ്ങൾ അടങ്ങിയ ഒരു പ്രദേശം. അപ്പൊ ആ തിഹാമ പർവ്വതത്തോളം അമലുകളുമായിട്ട് വരും, വലിയ പ്രതീക്ഷയിലും ആശയിലും. ഇതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പകരം സ്വർഗം നേടിയെടുക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ അടിമ വരിക. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയജഅലുഹു അല്ലാഹു ഹബാഅൻ മൻസൂറ. അവൻ കൊണ്ടുവന്ന അമലുകൾ അള്ളാഹു കാറ്റിൽ പറത്തി കളയും, ഒന്നും സ്വീകരിക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കൂല. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ വജല്ലിഹിം. സ്വാഭാവികമായിട്ട് സഹാബത്തിന്റെ സംശയം, ഇത്രയും നിർഭാഗ്യവാന്മാരാരാണ്? ദുനിയാവിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ആഖിറത്തിൽ ഉപകാരപ്പെടാത്തവർ. സഹാബത്ത് ചോദിച്ചെന്താണെന്നറിയോ? അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. നമ്മൾ അറിയാതെ അക്കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് വിശദീകരിച്ച് ആരാണ് അവർ. റസൂൽ പറഞ്ഞു, ഇന്നഹും മിൻ ഇഖ്വാനിക്കും വമിൻ ജിൽദതിക്കും. അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളിൽ ഒരാളായിട്ട് അറിയപ്പെടുന്നവരാണ്. സഹാബത്തിന്റെ പേടി വീണ്ടും കൂടി. പിന്നെ റസൂൽ പറഞ്ഞു, യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ അവരുണ്ട്. എല്ലാ ഖൈറിലും മുൻപന്തിയിൽ അവരുണ്ട്. നാട്ടിൽ എല്ലാ നന്മയിലും മുൻപിൽ അവരുണ്ടാവും. നാട്ടിലൊക്കെ നല്ലവരായിട്ട് അറിയപ്പെടുന്നവർ. പക്ഷെ വലാകിന്നഹും അഖ്വാമുൻ. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹ. അവർ അവരുടേതായ സ്വകാര്യ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയം, തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഹറാമുകൾ സൂക്ഷിക്കാത്തവരാണ് അവർ, ഹറാമുകൾ ചെയ്യുന്നവരാണ് അവർ. എന്നാലോചിച്ച് നോക്കിയേ, അവിടെയാണ് നമ്മുടെ തഖ്വ അളക്കപ്പെടുക. ഈ ആയത്തും ഈ ഹദീസും രണ്ടും ബന്ധമുണ്ട്. ഹദീസിൽ എന്താ റസൂൽ പറഞ്ഞ? അവന്റെ തഖ്വ അളക്കപ്പെടുന്ന അവന്റെ രഹസ്യ ജീവിതത്തിലാണ്, സ്വകാര്യ ജീവിതത്തിലാണ്. അവിടെ ഹറാമുകൾ ചെയ്യും, സമൂഹ മധ്യത്തിൽ നന്മകളിൽ മുൻപന്തിയിലായിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും സ്വീകരിക്കൂല നാളെ ആഖിറത്തിൽ. ആയത്തിൽ എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ വളരെ പാടുണ്ട്. രഹസ്യ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിക്കുക. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ തഖ്വ അളക്കപ്പെടുന്നത്. നമുക്ക് എത്ര അള്ളാഹിനെ പേടിയുണ്ട്, നമ്മൾ എത്ര അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, ഹറാമുകളെ സൂക്ഷിക്കുന്നുണ്ടെന്ന് ആരും കാണാത്ത മറ്റുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും മാറി ഒറ്റക്കാകുന്ന സമയം നമ്മുടെ ജീവിതം എങ്ങനെ എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തുക, തിരുത്താനുള്ളത് തിരുത്തുക. അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ വലിയ നഷ്ടമായിരിക്കും, നിർഭാഗ്യവാന്മാരായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പം സ്വാഭാവികമായിട്ടും ഖാബീൽ എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി, ഞാൻ നിന്നെ വധിക്കും. കാരണം അള്ളാഹു എൻ്റെ സ്വതഖ് അള്ളാഹു സ്വീകരിച്ചില്ല. ആ ദേഷ്യം, അസൂയ. അപ്പം ഹാബീൽ തിരിച്ചു പറഞ്ഞു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി. നീ എന്നെ വധിക്കാൻ വേണ്ടി നിന്റെ കൈ എന്നിലേക്ക് ഓങ്ങിയാൽ, മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലിഅഖ്തുലക. നീ നിന്റെ കൈ എന്നിലേക്ക് ഓങ്ങിയാലും ഞാൻ എൻ്റെ കൈ നിന്നിലേക്ക് നീട്ടൂല നിന്നെ വധിക്കാൻ. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഞാൻ എന്തുണ്ട്? ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് ചെയ്യൂല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വ ഇസ്മിക്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാബീൽ പറയാണ്, എന്റെയും നിന്റെയും പാപഭാരം നീ പേറണം. ഫതകൂന മിൻ അസ്ഹാബിൻ നാർ. അങ്ങനെ നാളെ ആഖിറത്തിൽ നീ നരകത്തിന്റെ ആളാകും. വദാലിക ജസാഉൽ ളാലിമീൻ. അതാണ് ളാലിമീങ്ങളുടെ, അക്രമകാരികളുടെ പ്രതിഫലം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖി. ഖാബീലിന്റെ മനസ്സിങ്ങനെ നീറി പൊട്ടാണ്, അസൂയ കൊണ്ട്, ദേഷ്യം കൊണ്ട്. ഫതവഅത് ലഹു നഫ്സുഹു. അവന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ആ കൊലപാതകം ചെയ്യാൻ. ഖത്ല അഖീഹി, തന്റെ സഹോദരനെ കൊല്ലാൻ. ഫഖതലഹു, അങ്ങനെ കൊന്നു. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ആ ദേഷ്യം കൊണ്ട് തന്റെ സഹോദരനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അവൻ വലിയ നഷ്ടവാളികളുടെ കൂട്ടത്തിലായി ആ കൊലപാതകം കാരണം.
ആ തെറ്റ് സംഭവിച്ചതിന് ശേഷം അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. കാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വല്ലാതെ പ്രയാസപ്പെട്ടു, അസ്വസ്ഥമായി മനസ്സ്. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. തന്റെ ഹാബീലിന്റെ ചില ചരിത്ര കിതാബുകൾ കാണാം, ആ മയ്യത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ മൃഗങ്ങൾക്ക് വേണ്ടി അത് ഇട്ടുകൊടുത്തു, മൃഗങ്ങൾ തിന്നിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അള്ളാഹു ഒരു കാക്കയെ അയക്കുന്നത്. ആ കാക്ക ഇങ്ങനെ നല്ല സ്ഥലം അന്വേഷിച്ച് അവിടെ കുഴി ഒഴിക്കാണ്. എന്തിന്? ലിയുരിയഹു, ഈ ഖാബീലിനെ അള്ളാഹു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈഫ യുവാരി സൗഅത അഖീഹ്, തന്റെ സഹോദരന്റെ മയ്യത്ത് അതെങ്ങനെയാണ് മറമാടേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഖാല, അത് കണ്ടപ്പോൾ ഒരു കാക്ക, രണ്ട് കാക്കകൾ വന്നു. പല രീതിയിലുള്ള റിവായത്തുകളുണ്ട്. രണ്ട് കാക്കകൾ വന്നു, പരസ്പരം അത് തല്ലുകൂടി ഒന്നിനെ കൊന്നു. എന്നിട്ട് അത് കൊക്ക് കൊണ്ടൊരു കുഴി ഒഴിച്ച് ആ കൊല്ലപ്പെട്ട കാക്കയെ അതിലിട്ട് മൂടാണ്. ഇതാണ് ഖാബീൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഖാബീൽ പറയുന്നത്, ഖാല യാ വൈലത, എന്തൊരു നാശം, എന്റെ കേട്. ഇങ്ങനൊരു കാക്കനെ പോലെ എനിക്കാകാൻ പറ്റിയിട്ടില്ലല്ലോ. ആ കാക്ക സ്വന്തം സഹോദരന്റെ മൃതശരീരം കുഴിച്ചിടാണ്. ഞാൻ എൻ്റെ സഹോദരന്റെ മൃതശരീരം മയ്യത്ത് അവിടെ ഇട്ടിട്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ പോലും ആകാൻ പറ്റിയിട്ടില്ലല്ലോ. വല്ലാതെ ഖേദിക്കാൻ തുടങ്ങി. നമ്മളൊരു ഹറാമ് ചെയ്താൽ, ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ അതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും? അന്നദാമ, വല്ലാത്ത സങ്കടമായിരിക്കും, ഖേദം. ചെയ്തു പോയല്ലോ, ഖേദായി. അന്നദാമ, ആ ഒരു രസത്തിനും സുഖത്തിനും വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ പിന്നീട് മനസ്സിന് പിടികൂടുന്നതാണ് അന്നദാമത്ത്. ഫഅസ്ബഹ മിനൻ നാദിമീൻ, അവൻ എന്ത് ചെയ്തു? വല്ലാതെ ഖേദം അനുഭവിച്ചു, വല്ലാത്ത പ്രയാസത്തിലായി. ഇതാണ് ഖുർആൻ ഹാബീലിനെയും ഖാബീലിനെയും സംബന്ധിച്ച് പറഞ്ഞ ഭാഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്തലു നഫ്സുൻ ദുൽമ ഇല്ലാ കാന അല ബിനി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹ. ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ ആക്രമിക്കപ്പെട്ട് അന്യായമായിട്ട് ഒരാളും വധിക്കപ്പെടുകയില്ല. ഇല്ലാ കാന അല ബിനി ആദമൽ അവ്വലി കിഫ്ലുൻ മിൻ ദമിഹ, അതിന്റെ ഓഹരി ആദം നബിയുടെ ആദ്യത്തെ മകന് ലഭിക്കാതെ. ഖിയാമത്ത് നാളിലുള്ള കൊലപാതകങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഓഹരി ആർക്കുണ്ടാവും? ആദം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു മകനുണ്ടാവും. കാരണം ലിഅന്നഹു കാന അവ്വല മൻ സന്നൽ ഖത്ല, അവനാണ് ആദ്യമായിട്ട് കൊലപാതകം തുടങ്ങി വെച്ചത്. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു തിന്മയുടെ തുടക്കക്കാരാകാൻ പാടില്ല. അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും ശരി, സ്വന്തം വീട്ടിലാണെങ്കിലും ശരി, സമൂഹത്തിലും നാട്ടിലാണെങ്കിലും ശരി, തിന്മയുടെ തുടക്കക്കാർ ഒരിക്കലും ആകരുത്. കാരണം ഖിയാമത്ത് നാൾ വരെ അതിന്റെ പാപഭാരം നാം പേറേണ്ടി വരും. മരണത്തിന് ശേഷവും നമ്മുടെ ഏടിൽ അതിന്റെ തിന്മകൾ, അതിന്റെ പാപഭാരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ആ മകന്റെ ഖിയാമത്ത് നാളിലുള്ള കൊലപാതകങ്ങളുടെ ഓഹരി അവനും രേഖപ്പെടുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫഅമില ബിഹാ, ആരെങ്കിലും ഒരു നല്ലൊരു ചര്യ തുടങ്ങി, നല്ലൊരു നന്മയായ കാര്യം ചെയ്തു വെച്ചു, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു, അത് ചെയ്ത് ആരംഭം കുറിച്ചു. ഫഅമില ബിഹാ, അവനത് ചെയ്തു. കാന ലഹു അജ്റുഹ, അതിന്റെ പ്രതിഫലം അവനുണ്ട്. വമിസ്ലു അജ്രി മൻ അമില ബിഹാ, അത് പിന്നീട് ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെ ഒക്കെ പ്രതിഫലം അവനുണ്ട്. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈഅ, ഇവൻ ആ പ്രതിഫലം കിട്ടുന്നു വിചാരിച്ചിട്ട് പിന്നീട് അത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലത്തിന് യാതൊരു കുറവുണ്ടാവില്ല. അവർക്കത് ചെയ്ത് പ്രതിഫലം ഉണ്ടാവും, ഇവനിക്കും ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ച് ഇവനിക്കും പ്രതിഫലം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ നന്മക്ക് തുടക്കം കുറിക്കുക. ഇന്ന് അതിന്റെ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നന്മകൾ പരത്താനുള്ള മേഖലകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൊരു ഭാഗവാക്കായാൽ ഖിയാമത്ത് നാൾ വരെ ആ നന്മകൾ നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെറിയ സെക്കൻഡ് കൊണ്ടുള്ള പണിയായിരിക്കും. അത് ചെയ്താൽ നമ്മുടെ ഏടിൽ നന്മകൾ ഇങ്ങനെ അധികരിക്കും. ആരൊക്കെ അത് കാണുന്നോ, ആരൊക്കെ അത് ചെയ്യുന്നോ അതിൻ്റെ ഒക്കെ പ്രതിഫലം.
ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കണം, ഒരു ചെറിയൊരു ഹദീസിന്റെ കഷ്ണം, ഒരു നന്മ, അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇതാണ് ഖൈർ, ഇതാണ് സുന്നത്തെന്ന്, അത് അവൻ പ്രവർത്തിക്കുന്നു, അവനിലൂടെ മറ്റനേകം ആൾക്കാർക്ക് ആ ഇൽമ് എത്തിക്കപ്പെടുന്നു, അതിൻ്റെയൊക്കെ പ്രതിഫലം ഞങ്ങളുടെ രേഖയിലുണ്ടോ. അതാണ് ഉലമാക്കൾക്ക് ഇത്ര സ്ഥാനം ആഖിറത്തിൽ അല്ലാഹു നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബുഖാരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടാത്ത ഒരു ദിവസം ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. നമ്മുടെ ഇമാമിയങ്ങൾ, മുലലിയ ഉലമാക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ, അവരുടെയൊക്കെ പേരുകൾ പറയപ്പെടാതെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെടാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നില്ല ദുനിയാവിന്. അതാണ് പ്രിയമുള്ളവരെ, ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുക, ദീൻ എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. പൂർണ്ണമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു അര ഹദീസെങ്കിലും മറ്റുള്ളവരിലേക്ക് നന്മയായിട്ട് എത്തിച്ചു കൊടുക്കുക, അതിന്റെ ഭാഗവാക്കാകുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭാഗവാക്കാകുക. നാളെ ആഖിറത്തിൽ നന്മകൾ ബാക്കിയാവും. നേരെ തിരിച്ചുകൊണ്ട് റസൂൽ പറയാണ്, മൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅമില ബിഹാ, ആരെങ്കിലും ഒരു മോശമായ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു, ഫഅമില ബിഹാ, അവനത് ചെയ്ത് കാണിച്ചു കൊടുത്തു, കാന അലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി, അവനിക്ക് ശേഷം ആരൊക്കെയാണോ അത് ചെയ്യുന്നത് അതിന്റെ ഒക്കെ പാപഭാരം അവൻ പേറേണ്ടി വരും. ലാ യൻഖുസു മിൻ ഔസാരിഹിം ഷൈഅ, ഇവനിക്ക് അവരുടെ പാപഭാരം കിട്ടുന്നത് കൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരുടെ പാപഭാരം കുറയില്ല, അവർക്കും അതിന്റെ ശിക്ഷയുണ്ട്, അവർക്ക് തുല്യമായിട്ട് ഇവനും അതിന്റെ ശിക്ഷയുണ്ട്. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ, ഏടുകൾ എടുക്കപ്പെടുന്നത് വരെ. ഒന്നാലോചിച്ച് നോക്കിയാൽ മുഫസ്സിരിങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതുപോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മക്കള്, ആ മക്കള് നമുക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. നമ്മൾ എങ്ങനെയാണോ ആ മക്കളെ വളർത്തുന്നത് അതിൻ്റെ ഒരു ഭാഗം നമുക്കുണ്ട്. നല്ല രീതിയിൽ ദീനനുസരിച്ച് മക്കളെ വളർത്തിയോ അത് നമുക്കുണ്ട്. മൻ സന്ന സുന്നത്തൻ ഹസന, നന്മയാണ്. അഥവാ ആ മക്കളിൽ മോശപ്പെട്ട കാര്യം, ദീനല്ലാത്തതാണ് നാം പഠിപ്പിച്ചു കൊടുത്തത്, ദീനല്ലാത്ത സംസ്കാരത്തിലാണ് ആ മക്കളെ വളർത്തിയതെങ്കിൽ അവരിലൂടെ ആ സ്വഭാവവും ആ സംസ്കാരവും ആരിലൊക്കെ നീക്കപ്പെടുമോ അതിൻ്റെ ഒക്കെ പാപഭാരം നമുക്കുണ്ടാവും. നമ്മുടെ കുടുംബം, ആ കുടുംബത്തിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ തെറ്റായ രീതിയിലാണ് ആ കുടുംബത്തെ നയിച്ചതെങ്കിൽ അതിനുശേഷം ആ പരമ്പരയിൽ വരുന്ന എല്ലാ തെറ്റിന്റെയും പാരമ്പര്യം നമ്മൾ പേറേണ്ടി വരും. അത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക. തിന്മകൾക്കൊരിക്കലും തുടക്കക്കാരാകരുത്. ഒരു രീതിയിലും, കൂട്ടുകാരിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മക്കളിലാണെങ്കിലും ഒരിക്കലും ഒരു തിന്മയുടെയും തുടക്കക്കാരാകരുത്. അത് വലിയ നാശത്തിന്റെ അടയാളമാണ്. മറിച്ച് നന്മയിൽ മുൻപന്തിയിലുണ്ടാവുക, നന്മയുടെ തുടക്കക്കാരാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുറേ സമയം ആവശ്യപ്പെട്ടപ്പോൾ ഒരു സഹാബി എന്ത് ചെയ്തു? ഒരു പിടി ഈത്തപ്പഴമായിട്ട് വന്നു. അതൊരു കഫ് മുഴുവൻ ഉണ്ടായിട്ടില്ല, കുറച്ച്, ഒരു പിടി മുഴുവനായിട്ടില്ല, അത്രയും കുറച്ച് ഈത്തപ്പഴമായിട്ട് വന്നു, റസൂലിന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇത് കണ്ടപ്പോ മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്തു? ഓരോന്നായിട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അദ്ദേഹം കൊണ്ടുവന്നതോ ഒരു മുഴുവൻ, ഒരു കഫ് പോലും, ഒരു പിടി പോലും ഈത്തപ്പഴം ഇല്ലാത്ത കുറച്ച് ഈത്തപ്പഴം. ഇദ്ദേഹം ഇത് ചെയ്ത് കണ്ടപ്പോ മറ്റെല്ലാവരും എന്ത് ചെയ്തു? ഓരോന്നിങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. അവസാനം 2 വലിയ കൂമ്പാരം സാധനങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി. അള്ളാന്റെ റസൂലിന് സന്തോഷമായി. ഇത് കണ്ടപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞത്. അത് ഏത് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം? നന്മയിൽ പങ്കാളികളാവുകയും നന്മയുടെ തുടക്കക്കാരാകാൻ കഴിയും. അതേപോലെ തിന്മയുടെ തുടക്കക്കാരാകാനും നമുക്ക് കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ എളുപ്പത്തിലാവും. നന്മയിൽ തുടക്കക്കാരാകുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്താവും? തിന്മയുടെ തുടക്കക്കാരാകാൻ കഴിയും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. അഥവാ നമ്മുടെ ജീവിതത്തിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ അത് നമ്മളാൽ അവിടെ തീരണം. മറ്റൊരാളിലേക്ക് അത് കടക്കാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ അവസാനിക്കണം. മറ്റൊരാളിലേക്ക് അത് വിട്ടുകിടക്കാൻ പാടില്ല. അങ്ങനെ കടന്നാൽ അതിൻ്റെ ഒക്കെ പാപവരെ നാം പേറേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ. തെറ്റുകളുടെ വിഷയത്തിൽ, തിന്മകളുടെ വിഷയത്തിൽ, പരസ്യമായി ചെയ്യുന്ന ഹറാമുകളുടെ വിഷയത്തിൽ ഒരിക്കലും അതിൻ്റെ മുൻപന്തിയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല.
കാരണം ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകന് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കൊലപാതകത്തിൻ്റെയും ഒരു ഓഹരി ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതോണെന്നും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെ സംബന്ധിച്ച്. ഇനി ചരിത്രങ്ങളിൽ കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും സത്യസന്ധത ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഓരോ മക്കളുടെ പേരും അതുപോലെ തന്നെ അവർ ജീവിച്ച വർഷവും വയസ്സും അവരുടെ സന്താന പരമ്പരയും ഇതൊക്കെ ചരിത്ര കിതാബിൽ നിറയെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കെന്തില്ല, സഹീഹായ സനദോടുകൂടി അത് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്തിട്ട് ആവശ്യമില്ല. നമുക്ക് ഖുർആൻ്റെ ആയാത്തുകളും സഹീഹായ ഹദീസുകളിലൂടെയുമാണ് നമ്മൾ ഈ ചരിത്രത്തിൽ സഞ്ചരിക്കുന്നത്. അവിടെ അതിലേക്ക് നമ്മൾ എന്തില്ല കിടക്കുന്നില്ല. ആ രണ്ട് മക്കളെ സംബന്ധിച്ചാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടുത്തത് ആദം നബി അലൈഹിസ്സലാമിന് 120 വയസ്സായപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് 120 വയസ്സായപ്പോൾ അതുപോലെ തന്നെ ഖാബീൽ ഹാബീലിനെ കൊന്ന് 50 വർഷത്തിന് ശേഷം ഖാബീൽ ഹാബീലിനെ കൊന്നു. എന്നിട്ട് 50 വർഷം കഴിഞ്ഞിട്ടാണ് ഷീസ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ 41ാമത്തെ മകനാണ് ഷീസ് നബി അലൈഹിസ്സലാം. ഹിബത്തുല്ല എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ഷീസിൻ്റെ സുരിയാനി ഭാഷയാണ്. ഷീസ് എന്ന് പറഞ്ഞാൽ സുരിയാനി ഭാഷ. അതിൻ്റെ അർത്ഥം ഹിബത്തുല്ല, അള്ളാഹു നൽകിയ സമ്മാനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സുരിയാനി ഭാഷ സംസാരിച്ച 4 പ്രവാചകന്മാരാണ്. ഷീസ്, ഇദ്രീസ്, ആദം, നൂഹ്. ഈ 4 ആൾക്കാരാണ് ഈ സുരിയാനി ഭാഷ സംസാരിച്ച ആൾക്കാർ. ഇഞ്ചിയിൽ സുരിയാനി ഭാഷയാണ്, ആദ്യത്തെ ഭാഷയാണ് ഇഞ്ചിലിൻ്റെ ഭാഷ. അപ്പം ഹാബീൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആ ഹാബീലിന്റെ പകരമായിട്ടാണ് ഷീസ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ഒറ്റക്കാണ്. മറ്റെല്ലാവരും ഇരട്ടയായിട്ടാണ് പ്രസവിക്കപ്പെട്ടത്. ഷീസ് നബി അലൈഹിസ്സലാം ഒറ്റയായിട്ടാണ് പ്രസവിച്ചത്. ആ ഷീസ് നബി അലൈഹിസ്സലാമിനാണ് പിന്നെ ആദം നബി അലൈഹിസ്സലാമിന് ഏറെ ഇഷ്ടപ്പെട്ടതും. മരണത്തിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്തു? ഷീസ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ആദം നബി അലൈഹിസ്സലാം ഷീസ് നബിനെ വിളിച്ചു. അന്ന് നബിയല്ല, വിളിച്ചിട്ട് എന്ത് ചെയ്തു? വസിയത്തുകൾ ആ മകന് നൽകി. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. വലമ്മ ഹളറത് ആദമു അൽ വഫാത്ത്, ആദം നബി അലൈഹിസ്സലാമിന് മരണമാസന്നമായപ്പോൾ അഹിദ ഇലാ ഷീസിൻ വഅല്ലമഹു സആത്തിൽ ലൈലി വന്നഹാർ, ഷീസ് നബിനെ മകനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് വസിയത്തുകൾ നൽകി. രാത്രിയുടെയും പകലിൻ്റെയും ചില സമയങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിസ്കാരത്തിൻ്റെ സമയങ്ങൾ, ഇബാദത്തിൻ്റെ സമയത്തുകൾ. വഇബാദത്തിൽ ഖൽവതി ഫീ കുല്ലി സാഅത്തിൻ മിൻഹ, അതേപോലെ തന്നെ ഓരോ സമയത്തുള്ള ഇബാദത്തുകളും ഷീസ് നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു. വഅലമഹു ബിത്തൂഫാൻ, ഒരു തൂഫാൻ വരാനുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഷീസ് നബി അലൈഹിസ്സലാമിന് ആദം നബി അലൈഹിസ്സലാം നൽകി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മരണശേഷം ഷീസ് നബിക്കാണ് നുബുവത്ത് കിട്ടുന്നത്. 2ാമത്തെ നബിയാണ് ഷീസ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ്. ആദം നബി അലൈഹിസ്സലാം സാധാരണ രീതിയിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിനെ കുളിപ്പിച്ചതായും കഫൻ ചെയ്തതായും ദഫൻ ചെയ്തൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ നേതൃത്വം നൽകിയത് ഷീസ് നബി അലൈഹിസ്സലാമാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം ആ ഉമ്മത്തിനെ നയിക്കാൻ ഷീസ് നബി അലൈഹിസ്സലാമിന് നുബുവത്ത് കിട്ടി. വഅൻസലല്ലാഹു അലൈഹി 50 സഹീഫ, ഖുർആനിൽ ഷീസ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് കാണാൻ കഴിയില്ല, എവിടെയും അള്ളാഹു പറയുന്നില്ല. പക്ഷെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വഅൻസലല്ലാഹു അലൈഹി 50 സഹീഫ. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു ഏടുകളും കിതാബുകളും നൽകിയിട്ടുണ്ട്. സുഹൂഫ് ഇബ്രാഹിം വ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊക്കെ ഏടുകൾ നൽകിയിട്ടുണ്ട്. ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. വ ഇലൈഹി അൻസാബു ബനി ആദമ കുല്ലിഹിം അൽയൗം. പിന്നെ ആ ഷീസ് നബി അലൈഹിസ്സലാമിൽ നിന്നാണ് പിന്നെ
മക്കൾ ഉണ്ടാകുന്നത്. ഹാബീൽ കൊല്ലപ്പെട്ടു, ഹാബീലിന്റെ മക്കൾ അധികകാലമൊന്നും ജീവിച്ചില്ല. ശേഷം ഷീത്ത് നബി അലൈഹിസ്സലാം മറ്റുള്ള ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളൊക്കെ കാലഹരണപ്പെട്ടു എന്ന ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവരൊന്നുമില്ല, പിന്നെ സന്താന പരമ്പര അതിലൂടെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഷീത്ത് നബി അലൈഹിസ്സലാമിലൂടെയാണ് സന്താന പരമ്പരകൾ ഉണ്ടാകുന്നത്. അങ്ങനെ വന്ന് ഷീത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കഴിഞ്ഞ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും നമുക്കെന്തില്ല, അധികം കാണാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അധികം പറഞ്ഞിട്ടില്ല. പക്ഷേ സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യ. ഇത്രയും കാലം പറയുന്നുണ്ട്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ സമയം ആകാശത്തേക്ക് ഓരോ ആകാശവും കഴിയുമ്പം അവിടെ കാണുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ 6ാമത്തെ ആകാശത്തിലാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടതായിട്ടും സലാം പറഞ്ഞതായിട്ടും റസൂലിനെ സ്വീകരിച്ചതായിട്ടും ഹദീസിൽ കാണാൻ കഴിയും. ആ രീതിയിലല്ലാതെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആനിലോ മറ്റുള്ള ഹദീസുകളിലോ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. സിദ്ദീഖ, സത്യസന്ധനാണ്. അള്ളാഹുവിനെയും അള്ളാഹിന്റെ എല്ലാവരെയും സത്യപ്പെടുത്തിയ ആളാണ്. അതുപോലെ തന്നെ നബിയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിലും നബിയായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സലാം പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതത്രയുമാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതല്ലാത്ത മറ്റ് ചരിത്രങ്ങൾ ധാരാളം ഉണ്ട്. അത് നമുക്കെന്തില്ല, ഉറപ്പോടുകൂടി സഹിഹായ സനദോടുകൂടി പറയാൻ പറ്റൂല. അൽ ബിദാ വൻ നിഹായ എന്നതിൽ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണെന്ന് പറയുന്നുണ്ട്. ആദ്യമായി പേന കൊണ്ട് എഴുതിയത്. അതുപോലെ തന്നെ ആദ്യമായി നൂലും സൂചിയും കൊണ്ട് വസ്ത്രം തുന്നിയത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. അതുപോലെ തന്നെ ആ വസ്ത്രം ധരിച്ചതും ഇദ്രീസ് നബി അലൈഹിസ്സലാമാണെന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ശരിക്ക് ഖൻഖൂൻ എന്നാണ് ശരിക്കും പേര്. ഇദ്രീസ് മറ്റു വാക്കാണ്, അറബിയിലേക്ക് നാമവൽക്കരണം ചെയ്ത വാക്കാണ് ഖൻഖൂൻ. അദ്ദേഹത്തിന്റെ മകനാണ് മലക്കിന്റെ മകൻ മുഷവഖിലത്ത്. അതിന്റെ മകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 4ാമത്തെ ഉപ്പാപ്പയാണ് ആര്? ഇദ്രീസ് നബി അലൈഹിസ്സലാം. അപ്പൊ അതിന്റെ ഇടയിലൊന്നും എന്തില്ല, ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പലതും. പക്ഷെ നമുക്ക് സത്യസന്ധമായിട്ട് എന്തില്ല, പറയാൻ കഴിയാത്ത രീതിയിലുള്ള ചരിത്രമാണ്. പിന്നെ വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിലേക്കാണ്. ഖുർആനിൽ ഒരുപാട് ഒന്നുണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നത്. നമ്മളത് മുമ്പ് ഇവിടെ പറഞ്ഞതുമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഹദീസിലും ഖുർആനിലും ധാരാളമായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഒരു മനുഷ്യൻ തുടങ്ങുന്നത്, ആദ്യത്തെ റസൂലായിട്ട് വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് എന്ത്, മനുഷ്യ ചരിത്രം ശരിയായ രീതിയിൽ രേഖപ്പെടുത്തിയ അവസ്ഥയിൽ ഖുർആനിൽ അധികമായും പ്രതിപാദിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഷീത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെയും ആ ചരിത്രവും ആ കാലഘട്ടവും അധികം ഒന്നും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിലും ഹദീസിലും പറയാത്തത് കൊണ്ട് തന്നെ നമുക്കെന്തില്ല, അത് പറയാൻ വേറെ നിർവാഹമില്ല, പറയാതിരിക്കുക, നമുക്കതറിയില്ല. അത്രയാണ് ഷീത്ത് നബി അലൈഹിസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ വിശദമായി റമദാനിൽ പറഞ്ഞതാണ്. പക്ഷെ അത് ബാക്കിയിലൊക്കെ എന്ത് ചെയ്യുക, അടുത്ത ആഴ്ച അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രം തുടരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് കാര്യവും ഖുർആനിൽ നിന്നും സഹീഹായ ഹദീത്തിൽ നിന്നും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹു പ്രത്യേകം തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.